നിങ്ങൾ എൻ്റെ സർജറി പാർട്ട് ഏകദേശമൊക്കെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് മെസ്സഞ്ചറിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചേച്ചിൻ്റെ സിസ്റ്റ് മാത്രമാണ് എടുത്ത് കളഞ്ഞുള്ളൂ, ചേച്ചിക്ക് സർജറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്കതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ഉത്തരം ഈ വരുന്ന വീഡിയോസിലെല്ലാം ഉണ്ട്. എനിക്ക് സിസ്റ്റ് മാത്രമാണ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിച്ചായിരുന്നു. അതിന് എന്നെ ഏറ്റവും സഹായിച്ചത് എൻ്റെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ മാസവും ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. ഇതാട്ടോ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. അത് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ പഴയതിലും ഒത്തിരി ആക്റ്റീവാണ്. ഇനി അടുത്ത നമുക്ക് കീമോ സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നേ. എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ട്രിവാൻഡ്രം കിംസിലായതുകൊണ്ട് എൻ്റെ വീട് കണ്ണൂർ കേളകമാണ്. ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോന്ന് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ബയോപ്സീൻ്റെ വലിയ റിപ്പോർട്ട് കിട്ടുള്ളൂ. മറ്റേത് കിട്ടിക്കൊണ്ടിരുന്നത് ചെറിയ റിപ്പോർട്ടുകളാണ്. എൻ്റെ സർജറിയിൽ നിന്ന് എടുത്തു വിട്ട പാർട്ടിൻ്റെ ബയോപ്സി റിപ്പോർട്ട് മൊത്തം 15 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളായിരുന്നേ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ഡോക്ടർ ഭരത് ചേട്ടായിനെ വിളിക്കുക. ചേട്ടായിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ ചേട്ടായിനോട് ഇങ്ങനെ പറഞ്ഞു. അന്ന് നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഡോക്ടർ പറയുന്നത്, അവരുടെ ഒരു മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. കാരണം വെച്ചാൽ അത്രയും മുമ്പ് തന്നെ എൻ്റെ കണ്ടെത്തി. അതുകൊണ്ട് എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ വല്ലതും ചെയ്ത് നിർത്താമെന്നാണ് അവരുടെ മനസ്സിൽ കരുതിക്കൊണ്ട്. 15 ഡേയ്സ് കഴിഞ്ഞപ്പം ഡോക്ടർ വിളിച്ചപ്പോൾ പറയുക, എനിക്കാണെങ്കിൽ സാധാരണ ടൈപ്പല്ല, ഇത്തിരി അഗ്രസീവായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് ഡോക്ടറോട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, കീമോ വേണം, റേഡിയേഷൻ വേണം. എനിക്ക് വന്ന ടൈപ്പിന് ഇത് രണ്ടും ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് വന്ന ടൈപ്പ് ഏതാണ്? എനിക്ക് വന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ AAA-. ഇത്തിരി അഗ്രസീവായിട്ടുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇത് റാപ്പിഡ് സ്പ്രെഡാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി അഗ്രസീവ് ആണെന്ന്. അങ്ങനെ ഇത് എന്നോട് അവതരിപ്പിക്കണമല്ലോ. അപ്പം കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട എന്നുള്ള മനസ്സിലിങ്ങനെ ഇരിക്കുവാണല്ലോ. കാരണം വെച്ചാൽ ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പോൾ എനിക്കറിയാം, നമ്മളിത് പഠിക്കുമ്പം കീമോ ചെയ്യണം, കീമോ ചെയ്യുമ്പോൾ മുടി പോകും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് ഇതുവരെയും കീമോ വാർഡിലോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടില്ല. അവരുമായിട്ട് ഈ ക്യാൻസർ പേഷ്യൻറ്റിനോട് അധികം എടുത്ത് ഇടപെടേണ്ടയോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അധികം തന്നെ അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ ഇത് പറഞ്ഞു, ചേട്ടായിക്ക് എന്നോട് ഇത് അവതരിപ്പിക്കണം. ചേട്ടായി എന്നെ പയ്യെ അടുത്ത് വിളിച്ചിരുത്തി എന്നോടിത് പറയും, നിനക്ക് കീമോ വേണമെന്നാ ഡോക്ടർ പറഞ്ഞ്, റേഡിയേഷൻ വേണമെന്നാ. ആദ്യം എൻ്റെ പയ്യെ വിഷയം മാറ്റിയാണ് എന്നോടിത് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഒരു പെറ്റ് സ്കാൻ ചെയ്യണം, നമ്മളോട് വേഗം ചെല്ലാനാ പറഞ്ഞേന്ന് പറഞ്ഞു. പക്ഷെ അതുവരെയും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ കൂടെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. ഈ പപ്പയും മമ്മിയും പോലും അറിഞ്ഞിട്ടില്ല എനിക്ക് ക്യാൻസറാണ്. എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു, അത് സർജറി ചെയ്തെടുത്തു എന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, എൻ്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാനാണ് ഹസ്ബൻഡും കൂടിയും തീരുമാനം എടുത്ത് അവരോട് പറയണ്ട, അതങ്ങനെ അങ്ങ് പോട്ടേന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കീമോയും റേഡിയേഷനും ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ കീമോ വേണമെന്ന് പറയുമ്പം ഇത് അവരോട് പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ പപ്പേനോടും മമ്മീനോടും എന്നോടും കൂടിയാണ് ചേട്ടാ ഇതിരുന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മമ്മി എഴുന്നേറ്റ് പോകുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ എൻ്റെ മുന്നിൽ നിന്ന് അവർക്ക് കരയരുതല്ലോ. പിന്നെ ആ ഒരു ഹസ്ബൻഡ് പറയുന്ന ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ റൂമിൽ കൂടെ മൊത്തം നമ്മുടെ ഇവിടുത്തെ ഹാള് നിറയെ ഓടി നടന്ന് കരയുന്ന ഒരു സീനാണ്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, അത്രയും ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ ഒരു ചേട്ടാ എന്നെ പറഞ്ഞു മനസ്സിലാക്കി ഞാനതങ്ങ് ഉൾക്കൊണ്ടു. കീമോ മുടി പോകും, ഇത് ഞാനങ്ങ് ഉൾക്കൊണ്ടു. എനിക്ക് ക്യാൻസറാന്ന് എൻ്റെ മനസ്സിനെ ഞാൻ എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചെടുത്തോ അതേപോലെ തന്നെ നിനക്ക് കീമോ വേണം,
നിൻ്റെ മുടി പോകും എന്നുള്ള കാര്യം നമ്മളോട് എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പഠിപ്പിച്ചെടുത്തു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സാധനം. അപ്പോൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ദൈവം സഹായിച്ച് അന്ന് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്ത് പോകുന്നു. പെറ്റ് സ്കാന്. അപ്പം ആൻറ്റി വിളിച്ച് ഡോക്ടറോട് പറഞ്ഞ് പെറ്റ് സ്കാനിനുള്ള എല്ലാ ഏർപ്പാടാക്കുന്നു. പിറ്റേന്ന് രാവിലെ പെറ്റ് സ്കാനിൻ്റെ എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യുവാണ്. പെറ്റ് സ്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കേട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഓക്കെ അതിന് റേഡിയേഷനാണ്. അപ്പം നമ്മളോട് പറയും നമ്മൾ സെപ്പറേറ്റ് ഇരിക്കണം, പിള്ളേരുടെ അടുത്തേക്കൊന്നും പോകരുത്. എൻ്റെ കൂടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ദിവസം ഇരുന്നു. കാരണം വെച്ചാൽ ഒത്തിരി വെള്ളം കുടിച്ച് നമ്മളിത് കളയണം, നമ്മുടെ മൂത്രം കളയണം, അതിൽ കൂടി റേഡിയേഷൻ പോകുന്ന ഇതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ എൻ്റെ പെറ്റ് സ്കാൻ കഴിഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ഒരു കടാക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെ സ്പ്രെഡായിട്ടില്ല. ഈ AAA നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്കൊരു ഡോക്ടേഴ്സിന് പേടിയുണ്ടായിരുന്നു എനിക്ക് എവിടെ സ്പ്രെഡായിട്ടുണ്ടോ അത് അവർക്ക് ഉറപ്പിക്കണമായിരുന്നു. ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് എവിടെ സ്പ്രെഡായിട്ടില്ല. ബട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് കീമോയും റേഡിയേഷനും എനിക്ക് വന്ന ടൈപ്പിന് അതേ ഉള്ളൂ, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തന്നെ പറഞ്ഞു എടുത്തോ, കീമോയും റേഡിയേഷനും എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ അവിടുന്ന് പെറ്റ് സ്കാൻ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. 3-ാമത്തെ ദിവസം എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റത്തെ കീമോ കിംസിന്ന് എടുക്കുന്നത്. ഞാൻ സാധാരണ പോലെ പോകുന്നു. കീമോ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ഇഞ്ചക്ഷനൊക്കെ തന്നു, വോമിറ്റിങ്ങിൻ്റെ തന്നു, ഗ്യാസിൻ്റെ തന്നു, എല്ലാം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കീമോയും എടുത്തു. അന്ന് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി. കണ്ണൂരിനിങ്ങ് പോന്നു. കണ്ണൂർ ഇവിടെ വന്നു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കീമോ അല്ലേ. ആ ഒരു ഉച്ചവരെ ഒന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് അറിയുന്നു നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമെന്ന്. അപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യാണ്ടായി. എന്നെ വേഗം ഇവിടുന്ന് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയി കാണും. അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ. കീമോ എടുത്ത് 24 hours കഴിഞ്ഞ് നമുക്ക് കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ വെക്കും. ആ ഇഞ്ചക്ഷൻ വെച്ച് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മൊത്തം പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയുന്നത് എനിക്ക് എൻ്റെ BP താഴ്ന്നു പോകുന്നു എന്താണെന്നറിയത്തില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പൊളിച്ച് പറയുക, എന്നെ ആംബുലൻസ് വിളിക്കോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോ ഒന്നും. എനിക്ക് ഇപ്പോൾ ഒരു കഥ പറയുന്നത് പോലെ ഞാൻ പറയും. പക്ഷേ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തരണം ചെയ്തോ എന്ന് വിചാരിക്കും. എന്തോ ആൻറ്റി വേഗം ചായ എടുത്തുകൊണ്ട് തന്നു, പഴം എടുത്തുകൊണ്ട് തന്നു, ഈ ഏത്തപ്പഴം കഴിച്ചു. എന്തോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. പിന്നെ എൻ്റെ വീട്ടിലത്തെ വിരുന്നുകാർ പോയി, ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് നമ്മൾ കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോക്ടർ എല്ലാം പറഞ്ഞു തരും. ഈ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, പിന്നെ കീമോയ്ക്ക് മുടി പോകുന്ന കാര്യം. അപ്പം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ, മുടി മുടി പോകും, നിങ്ങളപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ വിശ്വാസം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി എല്ലാവരും പറയുന്ന കേട്ടു, മുടി എല്ലാവർക്കും ഒന്നും പോകൂല എന്ന് പറയുന്ന കേട്ടു. പക്ഷെ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് പോകൂലായിരിക്കും. അപ്പം കീമോ കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞാൻ ഈ വലിച്ചു നോക്കാം, എൻ്റെ മുടി ഇങ്ങനെ വലിച്ചു നോക്കും. പോകുന്നില്ല. ആദ്യത്തെ ദിവസം പോയില്ല, 2-ാമത്തെ ദിവസം പോയില്ല, 3-ാമത്തെ ദിവസവും പോയില്ല. 4-ാമത്തെ ദിവസം തൊട്ട് കുറച്ച് ഇങ്ങനെ കുറച്ച് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഒരു 14 ദിവസം ഇടവിട്ടായിരുന്നു എൻ്റെ കീമോ. അപ്പോൾ എനിക്ക് എല്ലാ 14 ദിവസം കൂടുമ്പോഴും കിംസിൽ പോയി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ ജയപ്രകാശ് ഇവിടെ നമ്മുടെ ആസ്റ്റർ മിംസിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടർ വിഷ്ണു ഗോപൻ ഡോക്ടറാണ് എനിക്ക് ബാക്കി കീമോകൾ മൊത്തം തന്നത്. അപ്പോൾ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ അണ്ടറിലാണ് എനിക്ക് ബാക്കി കീമോകളെല്ലാം ചെയ്തത്. അപ്പോൾ
ഇതിനു മുമ്പ് ഡോക്ടർ വിഷ്ണുവിനെ കാണേണ്ടത് കൊണ്ട് ഞങ്ങൾ ഒരു അടുത്ത കീമോയ്ക്ക് 2-3-4 ദിവസം മുമ്പ് ഡോക്ടറെ കാണാൻ പോയി. ആ ഒരു സമയമായപ്പോഴേക്ക് എനിക്ക് പകുതി മുടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടറെ പോയി ഈ മുടി പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ പെട്ടെന്നാണ് നമ്മുടെ മുടി പോകുന്നത്. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. രണ്ടാമത്തെ കീമോ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ കൈ നിറയെ, കാരണം വെച്ചാൽ എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഒറിജിനൽ മുടി. ഇതെൻ്റെ ഒറിജിനൽ മുടിയല്ല. നമുക്ക് കീമോ ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാമെങ്കിൽ നമ്മുടെ തന്നെ മുടി എടുത്തു കൊടുത്താൽ അവരത് വെച്ച് വിഗ് ഉണ്ടാക്കി തരും. ഇത് ഞാൻ എൻ്റെ ഫോട്ടോയും എൻ്റെ മുടിയുടെ ലെന്തും എത്രയുണ്ടോ ആ ഒരു വീഡിയോയും ആ ഒരു ഇതും പഴയ ഫോട്ടോ വെച്ച് കൊടുത്തപ്പം ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഞാൻ എങ്ങനെ മുടി ചീകുന്നോ ആ ഒരു വകച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് വിഗ് ഉണ്ടാക്കി തന്ന കേട്ടോ. ഇത് കോട്ടയത്തു നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. പക്ഷെ അവരിവിടെ വന്നെടുത്ത് മുടി ഉണ്ടാക്കി തരുമ്പോഴേക്കും ഈ വിഗ് ഉണ്ടാക്കി തരുമ്പോഴേക്കും സമയം എടുക്കുന്നത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറയാൻ മുടി വെക്കാൻ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ആൻറ്റി തന്നെയാണ്. എൻ്റെ ട്രിവാൻഡ്രം കിംസിലുള്ള ജെസ്സി ആൻറ്റി ഇതിന് കാരണം. ഒരു ദിവസം ഞാനിങ്ങനെ ആൻറ്റി എൻ്റെ മുടി പോയി എന്നും പറഞ്ഞിട്ട് ആൻറ്റീനെ വീഡിയോ കോൾ ചെയ്യുക. വീഡിയോ കോൾ ചെയ്തപ്പോൾ ആൻറ്റി എന്നോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ആൻറ്റി വേഗം എൻ്റെ കയ്യിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ആൻറ്റി വേഗം ചേട്ടായിനെ വിളിച്ച് പറയുക, എടാ നീ അവളെ അങ്ങനെ ഇരുത്തരുത്, അവൾക്ക് വേഗം വിഗ് മേടിച്ചു കൊടുക്കുമെന്ന്. ആൻറ്റി ഇത് പറയുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ചേട്ടായി ഓടി വന്ന് ആൾക്കാരെ വിളിക്കുന്നു. 2-3 സ്ഥലത്ത് വിളിച്ചു. അവരിൽ നിന്നെല്ലാം റേറ്റ് എടുക്കുന്നു. ഒറിജിനൽ മുടീൻ്റെ തന്നെ വേണം, എൻ്റെ സ്ട്രക്ചറിൽ വേണം. അങ്ങനെ നമ്മുടെ റിക്വയർമെൻ്റ് എല്ലാം കൊടുത്ത് അങ്ങനെ അവർ ഇവിടെ വന്ന് എടുക്കാൻ കുറേ പേര് പറഞ്ഞു ഒരാഴ്ച എടുക്കുമെന്ന്. അങ്ങനെ നമ്മൾ അളവെടുത്ത് തരാമെന്ന് പറഞ്ഞ് അളവെടുത്ത് കൊടുത്ത് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കീമോയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. രണ്ടാമത്തെ കീമോയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്പ് വെച്ച് ഷോൾ ഇട്ട് ഇങ്ങനെയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എനിക്ക് വിഗ് ഉണ്ട് എൻ്റെ തലയിൽ. എന്നെ ആരും തിരിച്ചറിയില്ല. എൻ്റെ മുടി അല്ലാന്ന് പറയുവേ ഇല്ല. ആ ഒരു രീതിയിലുള്ള വിഗ് എൻ്റെ കയ്യിൽ കിട്ടി. ഈ എൻ്റെ രണ്ടാമത്തെ കീമോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടി പോകുന്ന ഒരു കാര്യം. ഈ മുടി പോകുമ്പം ഈ നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഇത്രയും നീളമുള്ള മുടിയല്ലേ, കൈ നിറയെ നമ്മുടെ മുടിയായിരിക്കും. കൈ നിറയെ മുടി. അത് ഈ തലേന്ന് ഈ മുടി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ടക്ക് 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 എന്നും പറഞ്ഞിട്ട് ഈ ഒച്ച, സാധാരണ നമ്മുടെ മുടി ഇപ്പം വരുമ്പം ഒച്ച കേൾക്കൂല. പക്ഷേ ഈ മുടി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് പോരുമ്പം ടക്ക് ടക്ക് ടക്കെന്ന് ഒച്ചയാണ്. അതേപോലെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പില്ലോ നിറയെ മുടി. പില്ലോയേന്ന് ഇങ്ങനെ എടുത്ത് കളയാൻ നമുക്ക് ഭയങ്കര വിഷമാവും. അതേപോലെ നമ്മൾ കുളിക്കാൻ നേരത്ത് കൈ നിറയെ മുടി ഇങ്ങനെ എടുത്ത് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കൊല്ലുന്നതിന് തുല്യവും അത് സത്യം പറഞ്ഞാൽ. ആ ഒരു നിമിഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിക്കും മുടി പോകുന്നതിൻ്റെയൊക്കെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അനുഭവിച്ചവരും അത് കണ്ട് നിൽക്കുന്നവരും ഒരു വല്ലാത്ത അവരവസ്ഥയൊക്കെ തന്നെയാട്ടോ ഇത്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ പോകുമ്പോൾ ഇത് എടുത്ത് കളയുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ബാർബറെ വിളിച്ചുകൊണ്ട് വരാം, നമുക്ക് മൊത്തം വെട്ടാം, മൊട്ടയടിക്കാം, നീയും മൊട്ടയടിച്ചോ ഞാനും മൊട്ടയടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടായി വെളിയിൽ പോയ സമയത്ത് ചേട്ടായി മൊട്ടയടിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ബാത്റൂമിൽ കയറി മൊത്തം എൻ്റെ മുടി ഷോർട്ടാക്കി. ഷോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വരാത്ത രീതി പൊഴിഞ്ഞു പോകണം. ആ ഒരു രീതിയിലാക്കി എടുത്തു ഞാൻ എൻ്റെ മുടി. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ലല്ലോ, ഇത് പൊഴിഞ്ഞു പോയിക്കോളും. പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ പില്ലോയിൽ വരുന്ന മുടികളെല്ലാം നമ്മളിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബെഡ്ഷീറ്റും അതെല്ലാം ഫ്ലോറിലേക്ക് വീണോലും. ആ ഒരു രീതിയിലായി മുടി. ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസം നിന്നോളൂ. അപ്പോഴത്തേക്ക് മുടി മൊത്തം പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു കഷണ്ടി പോലെ ഇങ്ങനെ തൊടുമ്പോൾ മിനുസമുള്ളതുപോലെയായി മുടി. പിന്നെ രണ്ടാമത്തെ കീമോൻ്റെ ഫസ്റ്റത്തെ ആഴ്ച തൊട്ട് തുടങ്ങി പരിപാടി, കലാപരിപാടി പിന്നെ തുടങ്ങി.
എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വേണ്ട, ഒന്നിനും പറ്റുന്നില്ല. അരമണിക്കൂർ എനിക്ക് ഇടവിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അത് വയറ്റിൽ കാളലോ അതിനേക്കാളും വലിയ പ്രശ്നം, വൊമിറ്റിങ്. എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ചൂടുവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന് വേണ്ട, ഒന്നും കഴിക്കാം. അങ്ങനെ ഞാൻ എല്ലാ വെള്ളവും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി കട്ടൻ ചായ മാത്രമേ എനിക്ക് ഇത്രയെങ്കിലും കുടിക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. അങ്ങനെ 5-6 മാസം ഞാൻ കട്ടൻ ചായയും കൊണ്ട് തള്ളി നീക്കി. ഫുഡെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട സാധനം ഒന്നും പറ്റുന്നില്ല. ഈ രണ്ടാമത്തെ കീമോയ്ക്ക് പോയപ്പം അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ കീമോ പേഷ്യൻസിന് നമുക്ക് ഫുഡ് തരും, നോൺ വെജോ വെജോ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ അന്ന് സാമ്പാറും പിന്നെ നമ്മുടെ കുത്തരി ചോറും, അതായത് വരയുള്ള കുത്തിരി ചോറാണ് ഞാൻ കഴിച്ചത്. രണ്ടാമത്തെ കീമോ എനിക്ക് കുഴപ്പമില്ല. വീട്ടിൽ വന്നപ്പോൾ തൊട്ടാ കലാപരിപാടി തുടങ്ങിയത്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 1.5 ആഴ്ചയാണ്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് നിൽക്കും. ഈ മെനോപോസ് ആകുമ്പം പീരീഡ്സ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ ചൂടിൻ്റെയൊക്കെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ 24 hours AC കിടന്നിട്ട് പോലും എനിക്ക് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. രാത്രിയിലൊക്കെ ഞാൻ റൂമുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടത്തം തന്നെ എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഇത്തിരി ഓക്കെ ആവും. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ കട്ടൻ ചായേൻ്റെ കൂടെ തന്നെ ഞാൻ ട്രോപ്പിക്കാനേൻ്റെ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ, ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ. ട്രോപ്പിക്കാനേൻ്റെ ജ്യൂസ്, അതിൽ പേരയ്ക്ക, എനിക്ക് ഒത്തിരി വൊമിറ്റ് ചെയ്യാതെ എനിക്ക് പറ്റിയതാണ്. പൊമഗ്രാനേറ്റ്, ഈ 2 സാധനം ഞാൻ ട്രോപ്പിക്കാനേൻ്റെ ജ്യൂസിൽ കഴിച്ചാൽ. ബാക്കി ഇതിൻ്റെ ഒന്നും ഫ്ലേവർ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എന്തൊക്കെ ഫുഡ് കഴിക്കാമെന്ന്. അതായത് തൊലി കട്ടി കുറവുള്ള മുന്തിരിങ്ങ, ആപ്പിളൊക്കെ നമ്മൾ കഴിക്കുന്ന കുറേ നേരം വെള്ളത്തിലിട്ട് തൊലി ചെത്തിയിട്ടാണ്. ഈ ആപ്പിള്, ഓറഞ്ചിന് നല്ല തൊലി ആയതുകൊണ്ട് ഉള്ളിലല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇത് കഴിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഇതൊക്കെ ആയിട്ടാട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ കീമോയും ഏകദേശം കഴിഞ്ഞു. മൂന്നാമത്തെ കീമോയും അങ്ങനെ തന്നെ പോയി. മൂന്നാമത്തെ കീമോയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഈ വിരൽ, നിങ്ങളുടെയൊക്കെ വിരൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നഖത്തേൽ വെള്ള കളറല്ലേ. നമ്മുടെ കീമോയിൻ്റെ സമയത്ത് എൻ്റെ നഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ക്യൂടെക്സിൻ്റെ കളറില്ലേ, ഈ കളറായിരുന്നു എൻ്റെ 10 വിരലിലെ നഖങ്ങൾ. കീമോ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി നഖം നീണ്ടു പോകുന്നോടം വരെയും ആ ഒരവസ്ഥയിലായിരുന്നു. ഞാൻ കുറേ വീഡിയോസൊക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോസും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോ വീഡിയോസ്, പക്ഷേ ഇതൊന്നും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എനിക്ക് വന്ന സൈഡ് എഫക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. വൊമിറ്റിങ്, നഖത്തിൻ്റെ ബുദ്ധിമുട്ട്, മുടി പോകുക, ഇതൊക്കെ എനിക്ക് വന്ന ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ഒത്തിരി കഴിച്ചുകൊണ്ടിരുന്നു. ഏത്തപ്പഴം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു, പേരയ്ക്ക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കീമോയുടെ സമയത്ത് എന്ത് ചെയ്യുന്നറിയാവോ, മെലിഞ്ഞു പോകില്ലേ. ഞാൻ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ കീമോയുടെ സമയത്ത് എനിക്ക് വെയിറ്റ് കൂടുമായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ വയറിന് കാളിച്ച ആയതുകൊണ്ട് ഞാൻ ഏത് സമയം കുറച്ച് ഫുഡ് കഴിക്കും. ആ ഫുഡ് കഴിച്ചാൽ ഞാൻ ഓക്കെ ആവും. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും എനിക്ക് വയറിന് കാളിച്ചു തുടങ്ങും, ഞാൻ ഫുഡ് കഴിക്കും. അതുകൊണ്ട് ഞാൻ വെയിറ്റ് വെക്കുകയോ ചെയ്തത്. എന്നുവെച്ചാൽ ഡോക്ടർ നമ്മളോട് കറക്റ്റായിട്ട് പറഞ്ഞു വിടും, അടുത്ത കീമോ വരുമ്പോഴേക്കും വെയിറ്റ് കുറയ്ക്കരുത്, HB കുറയ്ക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ കൗണ്ടും ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കീമോ തരുവുള്ളൂ. കീമോ ഡോസ് വ്യത്യാസം വരുത്തണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു. എങ്ങനെയെങ്കിലും ഈ കീമോ തീർത്ത് എനിക്ക് പണ്ടത്തേലും ഉഷാറായിട്ട് വരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വയറിലെ കാഴ്ച കൊണ്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നല്ലോണം ഫുഡ്, അരമണിക്കൂർ ഇടവിട്ട് ഫുഡും കഴിക്കും. ഈ കട്ടൻ ചായ ഇങ്ങനെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വെയിറ്റ് വെച്ചു. എൻ്റെ വീട്ടിലേക്ക് ആരെയും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കീമോൻ്റെ സമയത്ത്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആൾ വന്ന് ഇവർക്ക് ജലദോഷമുണ്ടോ പനിയുണ്ടോ ഒന്നും നമുക്കറിയത്തുണ്ടായിരുന്നില്ല.
അപ്പം വന്ന് നമ്മളോട് സംസാരിക്കുമ്പം നമുക്കിത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേറെ മരുന്നുകളൊന്നും എടുക്കാൻ പറ്റില്ല, മെഡിസിൻസ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കീമോയിൻ്റെ ആ ഡേറ്റ്, ഈ 14 ദിവസം ഇടവിട്ടുള്ള കീമോയിൻ്റെ ഡേറ്റിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെയും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരാഴ്ച ഞാൻ കട്ടിലെ തന്നെ എഴുന്നേൽക്കുകയേ ഇല്ല. ആ റൂം വിട്ട് വെളിയിലേക്ക് വരും. ഒരാഴ്ച കഴിയുമ്പോൾ, കീമോയിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു വീക്ക് കഴിയുമ്പോഴേക്കും ഞാൻ ഓക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഈ പിള്ളേരുടെ കൂടെ ഈ മുറ്റത്ത് കൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിള്ളേരുടെ കൈ പിടിച്ച് തന്നെ ഇങ്ങനെ നടത്തും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ അവരാരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പിള്ളേരെന്നും സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ. എൻ്റെ പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വേഗം കുളിച്ചിട്ട് ഡോറിൻ്റെ അടുത്ത് നിന്നായിരുന്നു കുറേ കാലം എന്നോട് ഈ പിള്ളേർ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ അവരുടെ കഥകൾ മൊത്തം ഡോറിൻ്റെ വെളിയിൽ നിന്ന് കഥകൾ. എനിക്ക് എന്നിട്ട് പിള്ളേരെ കെട്ടുപിടിക്കാനൊക്കെ കൊതി വരും. അത് കഴിഞ്ഞാൽ ഒരു കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട്, ഞാൻ ഒത്തിരിയൊക്കെ ഓക്കെ ആയി വന്നപ്പോൾ തൊട്ട് പിള്ളേർ പയ്യെ എൻ്റെ അടുത്ത് വന്നിരുന്ന് കഥകൾ പറയാൻ തുടങ്ങി. അത്രയും വരെയും എൻ്റെ പിള്ളേർ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മളെ കുറ്റം പറയും, നമ്മളെ കാണിക്കുന്നില്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരുടെ മാനസികാവസ്ഥ എനിക്ക് നോക്കണം. എന്നെ നോക്കാൻ നിൽക്കുന്ന എൻ്റെ പപ്പ, മമ്മി, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അവർ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ ഡൗൺ ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെയും കൂടി സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് സ്റ്റേണായിട്ട് തീരുമാനം എടുത്തു, ആരും വന്ന് കാണണ്ട. എല്ലാവരും വിളിക്കുന്നവരോട് പറയും അവളുടെ കീമോയും റേഡിയേഷൻ എന്ന് കഴിയുന്നോ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാ വീട്ടിലും അവളെ കൊണ്ടുപോയി കാണിക്കുമെന്ന്. അതേപോലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കീമോയും റേഡിയേഷനും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തൊട്ട് എന്നെ എല്ലാ വീടും, ഞങ്ങളുടെ കസിൻസിൻ്റെ എല്ലാ വീടുകളിൽ കൂടി എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നതെന്നറിയാവോ? ചിലപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ഞാൻ പയ്യെ ഓർത്തതൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചു. കാരണം വെച്ചാൽ ജീവിതമല്ലേ, എല്ലാം മറന്നു പോകും. പക്ഷെ അനുഭവിച്ചതൊക്കെ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം കുറേ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നോ, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, അത് മാത്രമുള്ളൂ ഇതിനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. അതിന് നമുക്ക് കഴിയുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക. എനിക്ക് കീമോ തുടങ്ങിയ എന്ന് തൊട്ടാണോ ഞാൻ ആ ദിവസം ഫുള്ളും, ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് ഈ അസുഖമാണ് അറിഞ്ഞു, ഞാൻ അവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വേളാങ്കണ്ണി കുർബാന നടക്കുക, നീ ലൈവ് ഇരുന്ന് കാണുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എനിക്ക് അസുഖമായിട്ട് ഒരാഴ്ച ആയപ്പോൾ തൊട്ടാന്ന് തോന്നുന്നു ആ ലൈവായിട്ട് ഞാൻ എന്നും രാവിലെ 9 മണിക്ക് ആ കുർബാന കാണും. ആദ്യമൊന്നും എനിക്ക് കീമോ കഴിഞ്ഞ് വന്ന ഒരാഴ്ച നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങ് ശ്രദ്ധിക്കും. എൻ്റെ ആ അസുഖം കഴിയുന്നോടം വരെ എല്ലാ ദിവസവും ഞാൻ ഈ വേളാങ്കണ്ണിയിലെ കുർബാന മുടങ്ങാതെ ഞാൻ കണ്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാന. എൻ്റെ ഫസ്റ്റത്തെ കീമോ തുടങ്ങുന്നത് ഓഗസ്റ്റ് 21-നാണ്. പിന്നെ സെപ്റ്റംബർ 6, സെപ്റ്റംബർ 20, അങ്ങനെ 14 ദിവസം ഇടവിട്ട. അങ്ങനെ നവംബർ 28-നാണ് എൻ്റെ ലാസ്റ്റ് കീമോ. കാരണം വെച്ചാൽ എൻ്റെ ഈ 14 ദിവസം എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും വന്നില്ല. ഈ 14 ദിവസം ഇടവിട്ട് തന്നെ എനിക്ക് ഈ കീമോ തന്നിട്ടുണ്ട് ഡോക്ടർ. എന്നുവെച്ചാൽ ഡോസ് ഒന്നും വ്യത്യാസം. കാരണം വെച്ചാൽ ഞാൻ ഓരോ കീമോയും പോകുന്നതിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ എണ്ണി കലണ്ടറിൽ നമ്മളിങ്ങനെ നേഴ്സിങ്ങിനും ഞാൻ +2-നും ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കലണ്ടറിൽ അടുത്ത ലീവിന് എന്നാന്നിങ്ങനെ കോളം വെട്ടിയിടൂലേ, അതേപോലെയായിരുന്നു ഞാൻ എൻ്റെ കലണ്ടറിൻ്റെ കോളം വെട്ടിയിട്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2 ഓരോ കീമോയ്ക്ക് 1, അടുത്ത കീമോ 2, അങ്ങനെ ഓരോ
ഇങ്ങനെ ഡേറ്റ് ഇട്ട് ഇന്ന ഇത്ര ദിവസം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി ഇടുക. അപ്പം ഓരോ കീമോയിൻ്റെ 2 ദിവസം മുമ്പേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഓരോന്നോരോന്ന് കഴിയുമല്ലോ, 8 ആണല്ലോ ഉള്ളത്, കഴിയൂലോ എന്നുള്ളത് ഹാപ്പി. എന്നെ കുറേ ദിവസം എൻ്റെ ചേട്ടായി തന്നെയാണ് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് ബഹ്റൈനിൽ ബിസിനസ് ആയതുകൊണ്ട് അവർക്ക് അങ്ങ് പോകേണ്ട വന്നുകൊണ്ട് എൻ്റെ കസിനും പിന്നെ എൻ്റെ ചേട്ടായിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും എന്നെ കൊണ്ടുപോയത്. അവരെന്നെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കീമോയ്ക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം രാവിലെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോകും. കാരണം വെച്ചാൽ 8 മണിയാകുമ്പോഴേക്കും അവിടെ ചെന്ന് ബ്ലഡ് കൊടുത്ത് ബ്ലഡിൻ്റെ റിപ്പോർട്ട് 10 മണിയാകുമ്പോഴേക്കും വരും. ഡോക്ടർ 10 മണിക്കാണ് വരുന്നത്. എന്നും കീമോൻ്റെ ഫസ്റ്റത്തെ ടോക്കൺ എനിക്കായിരിക്കും. ആ ഒരു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഡോക്ടർ പറയും, അയ്യോ പ്രിൻസി നീ ഇത്ര ഹാപ്പി ആയിരിക്കുന്നു, ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഡോക്ടർ വിഷ്ണു എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടറെ കണ്ട് മുകളിലേക്ക് പോകുന്നത്. ഈ ഒരു എന്താ പറയുക, ഓരോ കീമോ തീരുമ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. അങ്ങനെ 2ാമത്തെ കീമോ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വരുമ്പോൾ തൊട്ട് എനിക്ക് പിന്നെ ചോറുണ്ണാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കീമോ അല്ല റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ ഈ അസുഖം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് 1 വർഷം ആയി. എന്നിട്ടും എനിക്ക് ഈ കുത്തിരിച്ചോറ് എനിക്ക് പറ്റുന്നില്ല. ഇത്രയെങ്ങാണ് ഇപ്പോൾ കഴിക്കുമെന്നല്ലാണ്ട് അല്ലെ എനിക്ക് വെള്ളേരി ഇഷ്ടം. അന്ന് ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ത് കഴിച്ചിട്ടാണ് എനിക്ക് വോമിറ്റിങ് വരുന്നതെന്ന്. അത് ഞാൻ പയ്യെ മാറ്റി അതിന് പകരമുള്ള വേറെ ഫുഡുകൾ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കുത്തരി കഴിച്ചാൽ വോമിറ്റിംഗ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വെള്ളേരി ഒന്നെങ്കിൽ കുറുവേരി ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടാക്കി തരും, അതും നെയ്യ് ഒന്നും ചേർക്കാണ്ട്, അല്ലെങ്കിൽ റേഷനരി. ഇത് എനിക്ക് മനസ്സിലായി. പിന്നെ അടുത്ത് എനിക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ സാമ്പാറായിരുന്നു. സാമ്പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ണ് അടിച്ചാൽ എനിക്ക് വോമിറ്റിങ്ങാണ്. അതുകൊണ്ട് അതെനിക്ക് പറ്റൂല. 3ാമത്തെ ഒരു സാധനം ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ കൂർക്കയുള്ള സമയമാണ്. കൂർക്കേൻ്റെ സ്മെല്ല് എവിടുന്നേലും വന്ന് ഇനി അപ്പം വോമിറ്റിങ് തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു 3 സാധനങ്ങൾ ഇപ്പോഴും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണുമ്പോഴേക്ക് എന്തോ പോലെയാണ്. അതേപോലെ നമ്മുടെ വീട്ടിലെ റൂം, ഞാൻ കീമോ കഴിഞ്ഞ് കിടന്നുകൊണ്ടിരുന്ന റൂം, ഇപ്പോൾ കയറുമ്പോഴും എനിക്ക് കീമോൻ്റെ സ്മെല്ലാണ് ആ റൂമിലും ആ ബാത്റൂമിലും. അതൊക്കെ ഞാൻ പയ്യെ ഇപ്പോഴാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നുവെച്ചാൽ ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എനിക്ക് ഏതൊക്കെ പറ്റൂലാത്തതെന്ന്. അതിപ്പോൾ എൻ്റെ വോമിറ്റിങ് പയ്യെ കുറഞ്ഞ്. പക്ഷെ എന്നാലും ഈ പീരിയഡ്സ് നിന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ റൂമിൽ എല്ലാവരും കിടന്ന് ഇവിടെ ഉറങ്ങും, ഞാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടത്തമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റൂല ചൂട് കാരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ AC ഇട്ടാൽ പോലും ആ ഒരു തണുപ്പ് പോലും നമുക്ക് പറ്റുന്നില്ലാത്ത രീതിയിലുള്ള ചൂടാണ് നമ്മുടെ തലയ്ക്ക് കണ്ണിന്. കീമോയിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ മറ്റേ ആക്സിലയിലെ ഹെയറൊക്കെ ഓൾറെഡി പോവും. പിന്നെ നമ്മുടെ ഐബ്രോസ്, ഐ ലാഷസ്, പിന്നെ ഇതിലെ ഓരോ ലാഷസേ ഉണ്ടാവുള്ളൂ. പിന്നെ റേഡിയേഷനും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഈ ലാഷസ് മൊത്തം പോയി. അങ്ങനെ നമ്മുടെ മുഖത്തൊന്നുമില്ല. ഈ മുടി വെച്ചത് കൊണ്ട് അത് മാത്രമുള്ളൊരവസ്ഥ. പക്ഷെ ഈ മുടി വെച്ചത് കൊണ്ട് എനിക്ക് ഏറ്റവും നല്ല ഗുണം വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുടി കണ്ണ് ഞാൻ എഴുതിയിട്ടാണ് പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യും, മുടി ഉള്ളത് കൊണ്ട് എന്നെ ആരും ഐഡൻറ്റിഫൈ ചെയ്യൂല എനിക്ക് മുടി ഇല്ലാത്തതാണെന്നോ, എന്നെ ആരും തുറിച്ചു. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനാണേലും വെളിയിൽ പോകുമ്പം നോക്കും മുടി ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ മൊട്ടയായിട്ടുള്ള. പക്ഷെ എനിക്ക് ഈ ഹെയർ വെച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് എന്നെ ആരും അങ്ങനെ തുറിച്ച് നോക്കുകയോ ഒന്നും ചെയ്തില്ല. എനിക്കും എൻ്റെ കൂടെ പോകുന്ന ആൾക്കാർക്ക് മാത്രം അറിയാം എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം ഒരു 5-10 ചെറിയ ഫ്ലാസ്ക് കട്ടൻ ചായ ആയിട്ടാണ് പോകുന്നത് കുടിക്കാൻ. പിന്നെ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്തായാലും കീമോയ്ക്ക് ഫുഡ് തരും, എനിക്കതൊന്നും പറ്റില്ല. ഞാനിപ്പം രാവിലത്തേക്കുള്ള ഇഡ്ഡലിയോ ഏത്തപ്പഴമോ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ തൊലി കളഞ്ഞത്, പിന്നെ ഓറഞ്ച്, പേരയ്ക്ക, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുറിച്ച് എനിക്ക് പറയുന്ന ഒരു വലിയ ബാഗുമായിട്ടാണ് പോകുന്നത്. ഇത്രയും സാധനങ്ങൾ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ രാവിലെ പോകുമ്പോൾ ഇവിടെ ആവില്ല. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആരാണ്, ഒന്നെങ്കിൽ ചേട്ടായി ആയിരിക്കും, അല്ലെങ്കിൽ
എൻ്റെ കസിന് അവന് വെളിയിൽ പോയിട്ട് ബിരിയാണി റൈസ്, അപ്പോൾ കണ്ണൂർ മായൊന്നും ചേരാത്തൊരു കടയുണ്ട്, നമുക്ക് റൈസും ബിരിയാണി എല്ലാം കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഈ റൈസും ബിരിയാണി റൈസും മാത്രം, അതിൻ്റെ ഒന്നും വാങ്ങൂല, അത് തന്നെ എനിക്ക് കൊണ്ടുപോയി തരും. ഞാനത് ഇത്തിരി എന്തെങ്കിലും സാലഡോ എന്തെങ്കിലും ഉണ്ടാവും, അത് മാത്രം അവിടെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നത്. അങ്ങനെ കുറേ നമ്മൾക്ക് ഈ വോമിറ്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നത് അവോയ്ഡ് ചെയ്യാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ എന്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് പറ്റില്ലാത്ത, അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളത് മാറ്റിയിട്ട് നമുക്ക് പറ്റുന്നത് കഴിക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാട്ടോ ഞാൻ ഈ പറയുന്നത്. ഇനി അടുത്ത ഈ മുടി ഞാൻ പറയുന്നത്, നമ്മുടെ മുടി പോകുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത്രയും വിലയുള്ള നമ്മുടെ തനി ഹെയർ വാങ്ങിയില്ലേലും ഇങ്ങനത്തെ കൂട്ട് ഹെയർ അധികം റേറ്റ് ഇല്ലാത്തത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച് കാണിക്കുന്നില്ല, എനിക്കിത് വെക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടെ നമ്മളൊരു സെല്ലോ ടേപ്പ് പോലത്തെ ഒരു ടേപ്പ് നമുക്ക് തരും, ഡബിൾ സൈഡ് ടേപ്പ്. അപ്പോൾ അതിവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുട്ടയാണല്ലോ ഇവിടെ, എങ്ങനെ അതിവിടെ ഒട്ടിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇവിടെ ഈ മുടി നമുക്ക് ചീവാം, കഴുകാം, ഷാമ്പൂ ഇട്ട് കഴുകി ഉണക്കാം, എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പോലെ. പിന്നെ നമുക്കിത് പൊക്കി കെട്ടാം, ഒന്നും അറിയില്ല നമ്മുടെ മുടിയല്ലാന്ന്. അപ്പം ഞാനിത് പറയുന്നത്, രോഗികൾ അവർ ആ ഒരു സമയത്ത് ഇതൊന്നും നമ്മൾ പറയത്തുണ്ടാവുന്നത് എനിക്കറിയത്തുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇതറിയാവുന്ന നമ്മുടെ കൂടെയുള്ള റിലേറ്റീവ് ഉണ്ടാവും, അവർ ദയവ് ചെയ്ത് അവർക്ക് ഇങ്ങനത്തെ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുക. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് പോകുമ്പോൾ നമ്മളെ ഈ അല്ലാത്ത കേസിൽ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ പിരികവും ലാഷസും ഐബ്രോസും ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുള്ളപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിന് അത്ര ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് ഇത് ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ. ഇനി ഞാൻ പിന്നെ നഖത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫുഡിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് ഈ ചൂട് കാരണം ഡ്രസ്സൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ബനിയനും ഒരു നിക്കറും മാത്രം ആ ഒരു സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത്. ഈ ആളുകൾ വരണ്ട എന്ന് പറയുന്നതിനുള്ള പ്രധാന റീസൺ, ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അവരുടെ മുന്നിൽ മുടിയില്ല, ലാഷസ് ഇല്ല, ഐബ്രോസ് ഇല്ല, ഇങ്ങനെ നമുക്ക് അവരുടെ മുന്നിൽ നമ്മൾ ഏത് സമയം മുടി വെച്ചാൽ ഉള്ളിൽ കൂടെ നടക്കുകയൊന്നുമില്ല, അവരുടെ മുന്നിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആളുകളോട് വരണ്ട. പക്ഷെ നമ്മളോട് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ, ഈ ആളുകളോട് വരണ്ട എന്ന് പറഞ്ഞത് നമ്മളെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും കൊണ്ടല്ല. പക്ഷെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരോട് വരണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ പേർക്ക് എന്നോട് ഇപ്പോഴും നമ്മളോട് മിണ്ടാതായ ഒത്തിരി ആൾക്കാരുണ്ട്, അതെനിക്കറിയാം. ചിലവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, ചിലവർക്ക് പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും ഏതോ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാ, ഇപ്പോഴും ഈ ലോകത്തൊന്നും അല്ല അവർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ പറയുമ്പോഴാണേലും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന കുറേ പേര് എനിക്ക് മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറേയൊക്കെ ഉത്തരങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നഖത്തിൻ്റെ കാര്യം പറഞ്ഞു, മുടീൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ എനിക്ക് വോമിറ്റിങ്, ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന്, എൻ്റെ വയറിനുള്ളിലെ കാളൽ, അങ്ങനെ എല്ലാ കാര്യം തന്നെ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്ത ഇത് ഞാൻ റേഡിയേഷൻ്റെ കാര്യവും പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം, ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കണമെങ്കിൽ കാരണം ഇൻഷുറൻസ് ആയിരിക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. കാരണം ഇത് ഒത്തിരി ലെന്തായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കാണൂല കേട്ടോ. അതുകൊണ്ടാണ് ഇത് തന്നെ ഒത്തിരി ഉണ്ട്, നിങ്ങൾ കാണുമില്ല, അവിടെ ഇവിടെയൊക്കെ ഓടിച്ചു വിടുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം നിങ്ങളിത് കാണാൻ ശ്രമിക്കണം.
പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്ത വീഡിയോസ് കാണുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇനിയും എൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാലോ എന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്ക്. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടേ എന്തിനാ ഇതൊക്കെ ഇവരോട് പറയുന്നത്, 1-2 പേര് കാണുന്നു അതിന് റിപ്ലൈ തരുന്നു എന്നുള്ള ചിന്ത വരുമ്പം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാൻ തോന്നൂല. ഇനി എന്തെങ്കിലും ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളല്ലേ. ഓർക്കുന്നതൊക്കെ ആയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ.